Hi everyone, welcome to Alex E Academy. Myself Alex Tharun, Assistant Professor in Trinity College of Engineering, Trivandrum. This is the second lecture video on mechanics of solids. In this video, we will discuss about different types of loads, stresses and strains. So, let's straight away move on to the topics. First of all, let's see loads and its classification. Loads may be defined as the combined effect of external forces acting on a body. The load causes stresses, displacement and deformation in the body. Okay, അപ്പോൾ ലോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈൻഡ് എഫക്റ്റ് ഓഫ് ഒന്നാവാം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ലോഡ്സിൻ്റെ എക്സ്റ്റേണൽ ഫോഴ്സസിൻ്റെ കമ്പൈൻഡ് എഫക്റ്റ് ഓൺ എ ബോഡി. ഇപ്പോൾ ഈ ഒരു പെൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഈ ഒരു നിബ്ബ് തുറക്കാൻ വേണ്ടി കൊടുക്കുന്നത് ലോഡാണ്, എക്സ്റ്റേണൽ ഫോഴ്സാണ്. അപ്പോൾ ഇങ്ങനെ ഒന്നിൽ കൂടുതലോ, ഞാൻ ഇവിടെയും കൊടുക്കുന്നുണ്ട് ഇവിടെയും കൊടുക്കുന്നുണ്ട്, ഒന്നിൽ കൂടുതൽ പോയിന്റിൽ ഒന്നിൽ കൂടുതൽ ഫോഴ്സസ് ഞാനൊരു ബോഡിയിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ അതിനാണ് നമ്മൾ അതിൻ്റെ അകത്ത് ലോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലോഡ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ അകത്തൊരു ഇൻറ്റേർണൽ സ്ട്രെസ് ഉണ്ടാവും, ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ ലോഡ് കൊടുത്തപ്പോൾ ഇനീഷ്യലി നിപ്പ് അകത്തായിരുന്നു, ഇപ്പോൾ നിപ്പിൻ്റെ പുറത്തേക്ക് പോകുന്നു, ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഞാനിപ്പോൾ റബ്ബർ ബാൻഡ് എടുത്തു കഴിഞ്ഞാൽ റബ്ബർ ബാൻഡ് ഞാൻ വലിച്ചു കഴിഞ്ഞാൽ ഇതിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി, ഡീഫോർമേഷൻ ഉണ്ടായി. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഇരുന്ന സ്ഥാനത്തുനിന്ന് അതിനെ ഞാൻ എടുത്തു, ഡിസ്പ്ലേസ്മെൻ്റ് ആയി. ഡീഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ ഷേപ്പിൽ നിന്ന് ഞാൻ അതിൻ്റെ ഷേപ്പിന് ചേഞ്ച് വരുത്തി. മാത്രമല്ല ഞാനിത് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇൻറ്റേർണലി ഒരു സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ഒരു ലോഡ് എന്താണ്, ലോഡ് ഒരു ബോഡിയിൽ കൊടുക്കുന്നുണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് ചേഞ്ചസ് വരുന്നത്, ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അടുത്തത് നമുക്ക് ലോഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ലോഡ്സിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ബേസ്ഡ് ഓൺ ഇറ്റ്സ് നേച്ചർ. ലോഡിൻ്റെ നേച്ചർ അനുസരിച്ച് ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ഫസ്റ്റ് വൺ, ഡെഡ് ലോഡ്സ്. Dead loads are permanent or stationary loads which are transferred to the structure throughout its lifespan. അതായത് ഡെഡ് ലോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനൻറ്റ് അല്ലെങ്കിൽ സ്റ്റേഷനറി ലോഡ്സ് ആണ്. അത് ആ ഒരു സ്ട്രക്ചറിൽ, ഏത് സ്ട്രക്ചറിലാണോ ഡെഡ് ലോഡ് ഉള്ളത് ആ സ്ട്രക്ചറിൽ അതിൻ്റെ ത്രൂ ഔട്ട് ലൈഫ് സ്പാനിൽ ത്രൂ ഔട്ടായിട്ട് ആ ഡെഡ് ലോഡ് ആക്ട് ചെയ്യും. ഇതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാൽ ബിൽഡിങ്ങിൻ്റെ സെൽഫ് വെയിറ്റ്. ബിൽഡിങ്ങിന് പല മെമ്പേഴ്സ് ഉണ്ട്, ആ ഓരോ മെമ്പറിനും സെൽഫ് വെയിറ്റ് ഉണ്ടാവും. അത് പെർമനൻ്റ് ആണ്. നമ്മൾ ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൺസ്ട്രക്ട് ചെയ്ത് നമ്മളത് ഡിസ്പാൻഡിൽ ചെയ്യുന്നവരെ ആ സെൽഫ് വെയിറ്റ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനൻറ്റ് പാർട്ടീഷൻ വാൾസ്, ഫിക്സഡ് പെർമനൻറ്റ് എക്യുപ്മെൻറ്റ്സ്. ഇപ്പോൾ ചില പാർട്ടീഷൻ വാളുകൾ, ഇപ്പോൾ എൻ്റെ സൈഡിൽ കാണുന്ന ഈ ഒരു റൂമിൻ്റെ സൈഡിൽ കാണുന്നത് ടെമ്പററി പാർട്ടീഷൻ വാളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അലൂമിനിയം ഫാബ്രിക്കേഷനാണ്, എപ്പോൾ വേണമെങ്കിലും നമുക്കിത് മാറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ വീട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ബ്രിക്സ് വെച്ചൊക്കെ ആയിരിക്കും പാർട്ടീഷൻ വാൾസ് ഉണ്ടാക്കിയിരിക്കും, ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് പോകാനുള്ള പാർട്ടീഷൻ വാൾ. അപ്പോൾ അതൊരു പെർമനൻ്റ് ആണ്. ആ ത്രൂ ഔട്ട് അതിൻ്റെ സ്ട്രക്ചറിൽ ആ ഒരു പാർട്ടീഷൻ വാളിൻ്റെ വെയിറ്റ് ആ ഒരു ബിൽഡിംഗ് ഉണ്ടാവും. അപ്പോൾ അതൊരു ഡെഡ് ലോഡാണ്. ഇനി ചില എക്യുപ്മെൻറ്റ്സ്, ഇപ്പോൾ നമ്മൾ ഫൗണ്ടേഷനോടെ ചില എക്യുപ്മെൻറ്റ്സ് കൺസ്ട്രക്ട് ചെയ്യാറുണ്ട്, നമ്മുടെ വീട്ടിലായിക്കോട്ടെ ഓഫീസിലായിക്കോട്ടെ. അതൊക്കെ നമ്മൾ ആ സ്ട്രക്ചർ ഡിസ്പാൻഡിൽ ചെയ്യുന്നവരെ അതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ ഡെഡ് ലോഡ്, സിമ്പിളായിട്ട് ഡെഡ് ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബിൽഡിങ്ങിൽ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിൽ അതിന് പെർമനൻറ്റ് അല്ലെങ്കിൽ സ്റ്റേഷനറി ആയിട്ടുള്ള ലോഡ് എന്ന് വെച്ചാൽ അതിന് മൂവ്മെൻ്റ് ഒന്നുമില്ല. എവിടെയാണോ അത് അപ്ലൈ ആയിട്ടിരിക്കുന്നത് അത് ആ പൊസിഷനിൽ തന്നെ ആയിരിക്കും ഉള്ളത്. ഏറ്റവും സിമ്പിളായിട്ട് എൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഡെഡ് ലോഡ്സ് ആണ്. ഡെഡ് ലോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് വെയിറ്റ് ആണ്. സെൽഫ് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്ട്രക്ചർ എടുത്താലും, മെഷീൻ എടുത്താലും ബിൽഡിംഗ് എടുത്താലും ഏത് സ്ട്രക്ചർ എടുത്താലും അതിൻ്റെ സ്വന്തം വെയിറ്റിനാണ് നമ്മൾ സെൽഫ് വെയിറ്റ് എന്ന് പറയും. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ, ബേസ്ഡ് ഓൺ ഇറ്റ്സ് നേച്ചറിൽ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നത് ലൈവ് ലോഡ്സ് ഓർ ഇമ്പോസ്ഡ് ലോഡ്. ലൈവ് ലോഡ്സ് ആർ എക്സ്ട്രാ മൂവബിൾ ലോഡ്സ് വിത്തൗട്ട് എനി ആക്സിലറേഷൻ ഓർ ഇമ്പാക്റ്റ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹ്യൂമൻ ബീയിങ് ലൈവ് ലോഡ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റൂമിലേക്ക് കയറുന്നു, നമ്മുടെ വെയിറ്റ് ആ റൂമിലുണ്ട്, അടുത്ത റൂമിലേക്ക് പോകുന്നു, നമ്മുടെ വെയിറ്റ് അടുത്ത റൂമിലേക്കുണ്ട്. അപ്പോൾ നമുക്കൊരു ആക്സിലറേഷൻ ഒന്നും ഇല്ല, നമ്മളൊരു വെയിറ്റ് വന്നിരിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഇല്ലാതെ നമ്മൾ അപ്പുറത്തേക്ക് പോകുന്നു. അതേപോലെ ഇപ്പോൾ ഞാൻ ഒരു ടേബിൾ എടുത്ത് ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി അവിടെ ഇവിടെ നിൽക്കും, കുറച്ച് കഴിയുമ്പോൾ ആ ടേബിൾ എടുത്ത് ഞാൻ മാറ്റി വേറെ എവിടെയെങ്കിലും ഇടാം. അപ്പോൾ ഫർണിച്ചേഴ്സ്, ഇതൊക്കെ ലൈവ് ലോഡ്സിന് എക്സാമ്പിളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൂവബിൾ ലോഡ്സ് ആണ്. ഒരു പൊസിഷനിൽ ഇപ്പോൾ ഇന്ന് കിടന്നു എന്ന് കരുതി നാളെ അത് വേറെ പൊസിഷനിൽ കൂടായികയില്ല, ചേഞ്ചബിൾ ആണ്, ട്രാൻസ്ഫറബിൾ ആണ്. ഓക്കെ, അടുത്ത ക്ലാസിഫിക്കേഷൻ വരുന്നത് ഇനേർഷ്യ ഫോഴ്സ്. ഇനേർഷ്യ
is a body's resistance to changing speed and direction. So when some forces try to change speed or direction, then there exists some force of resistance in the body. And that force which resists change in speed or direction is called inertia force. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് മെഷീനാണ്. അപ്പോൾ ഇനേഷ്യ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡിയുടെ റെസിസ്റ്റൻസ് ഫോർ ചേഞ്ചിങ് ഇറ്റ്സ് സ്പീഡ് ആൻഡ് ഡയറക്ഷൻ. ഇപ്പോൾ നമ്മളൊരു മെഷീൻ വർക്ക് ചെയ്യുവാണെങ്കിൽ മെഷീൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ്, അത് ഇനീഷ്യലി റെസ്റ്റിലായിരുന്നു. അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു മൂവ്മെൻറ്റിനാണ് നമ്മൾ ഇനേഷ്യ എന്ന് പറയുന്നത്. അതേപോലെ ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനം നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അവിടെ റെസിസ്റ്റൻസ് ഇന്റേണൽ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു അതിൻ്റെ സ്പീഡിനും ഡയറക്ഷനിലും ഉണ്ടാക്കുന്ന സഡൻ ചേഞ്ച് അതിനാണ് നമ്മൾ ഇനേഷ്യ ഫോഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് സെൻട്രിഫ്യൂഗൽ ലോ. അത് ആ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ കിട്ടും. എ ഫോഴ്സ് ദാറ്റ് കോസസ് ആൻ ഒബ്ജക്റ്റ് ടു മൂവ് ഇൻ എ സർക്കുലർ പാത്ത്. ഒരു സർക്കുലർ പാത്തിലേക്കുള്ള മൂവ്മെൻറ്റിന് പ്രിഫറബിളായി നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഏതാണോ അതിനാണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് ബേസ്ഡ് ഓൺ ഇറ്റ്സ് നേച്ചർ, ലോഡിനെ നേച്ചർ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്താൽ നമുക്ക് പഠിക്കാനുള്ളത് ഈ 4 ടൈപ്പ് ലോഡാണ്. ഇത് കൂടാതെ നമുക്കൊരു 3 കൂടി ഉണ്ട് നാച്ചുറലായിട്ടുള്ളത്. വിൻഡ് ലോഡുണ്ട്, സ്നോ ലോഡുണ്ട്, സീസ്മിക് ലോഡ് അല്ലെങ്കിൽ എർത്ത് ക്വേക്ക് ലോഡുണ്ട്. ഇതൊക്കെ നിങ്ങൾക്കറിയാം. ഡ്യൂ ടു വിൻഡ് ആക്ഷൻ ഒരു സ്ട്രക്ചറിലോ ബിൽഡിങ്ങിലോ ഉണ്ടാകുന്ന ലോഡിനെയാണ് നമ്മൾ വിൻഡ് ലോഡ് എന്ന് പറയുന്നത്. സിമിലർലി സ്നോ. എർത്ത് ക്വേക്ക് ലോഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, എർത്ത് ക്വേക്ക് ഒക്കെ പറയുമ്പോൾ ആ ബിൽഡിങ്ങിൽ ആക്ട് ചെയ്യുന്ന വൈബ്രേഷൻ ലോഡ്, അതിനെയാണ് നമ്മൾ സീസ്മിക് ലോഡ് അല്ലെങ്കിൽ എർത്ത് ക്വേക്ക് ലോഡ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് ലോഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഇറ്റ്സ് നേച്ചറാണ്, നേച്ചർ അനുസരിച്ച്. അടുത്തത് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ആപ്ലിക്കേഷൻ. നമ്മൾ ആ ലോഡ് ഏത് രീതിയിലാണോ അപ്ലൈ ചെയ്യുന്നത് അതനുസരിച്ച് നമുക്ക് ലോഡിനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് ടെൻസൈൽ ലോഡ് അല്ലെങ്കിൽ നമ്മൾ പുൾ എന്ന് പറയും. അതിൻ്റെ ഡെഫിനേഷൻ പറയുന്നത് ഇതാണ്: വെൻ എ ബോഡി ഈസ് സബ്ജക്റ്റഡ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പുൾസ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു റബ്ബർ ബാൻഡ് ഉണ്ട്. ഇതിനെ ഞാൻ 2 ഡയറക്ഷനിലേക്ക് പുള്ള് ചെയ്യുവാണെങ്കിൽ രണ്ടും ഈക്വലി പുറത്തേക്ക് കൊടുക്കുന്ന ഫോഴ്സാണ്. ഇതിനാണ് നമ്മൾ ടെൻസൈൽ ലോഡ് എന്ന് പറയുന്നത്. ഈ ഒരു റബ്ബർ ബാൻഡിനെ ഞാൻ പുറത്തേക്ക് പുൾ ചെയ്യുവാണെങ്കിൽ ഇതിൽ അപ്ലൈ ആയിരിക്കുന്ന ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ ടെൻസൈൽ ലോഡ് അല്ലെങ്കിൽ പുള്ളെന്ന് പറയുന്നത്. അപ്പോൾ ഇനീഷ്യലി ഇത് ഇത്രയാണ് അതിൻ്റെ സൈസ് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഡയമെൻഷൻ ഉണ്ടായിരുന്നത്. പുള്ള് കൊടുക്കുമ്പോൾ ഇതിലെന്താണ് സംഭവിച്ചത്? ഇലോങ്ങേഷൻ ഓഫ് ദ ബോഡി. അപ്പോൾ ടെൻസൈൽ ഫോഴ്സ് കൊടുക്കുന്നതുകൊണ്ട് ഒരു ബോഡിക്ക് അതിൻ്റെ ഇനീഷ്യൽ ഡയമെൻഷനിൽ നിന്ന് എക്സ്റ്റൻഷൻ ഉണ്ടാവും അല്ലെങ്കിൽ എലോങ്ങേഷൻ ഉണ്ടാവും. ഇതാണ് അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കാനുള്ളത്. ഇനി അതേപോലെ സിമിലർലി അടുത്തത് കംപ്രഷൻ. പേരിൽ നിന്ന് തന്നെ നിൽക്കും നമ്മൾ കംപ്രസീവ് ഫോഴ്സാണ് കൊടുക്കുന്നതെങ്കിൽ ഡെഫിനേഷൻ ഇതാണ്: വെൻ എ ബോഡി ഈസ് സബ്ജക്റ്റഡ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പുഷ്. നേരത്തെ നമ്മൾ പുള്ളാണ് കൊടുത്തതെങ്കിൽ ഇപ്പോൾ നമ്മൾ പുഷാണ് കൊടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു ബുക്കുണ്ട്. ഇനീഷ്യലി ഇതാണ് അതിൻ്റെ പൊസിഷൻ. ഇതിനെ ഞാൻ പുഷ് ചെയ്യുവാണെങ്കിൽ അതെന്താവും, അതിൻ്റെ ഡയമെൻഷൻ ഒന്ന് കംപ്രസ് ചെയ്യും. ഇതിപ്പോൾ കംപ്രസ് ആകുന്നില്ല എങ്കിലും അകത്തേക്ക് പോകുന്നു. നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്. ഇനീഷ്യലി എൽ ലെങ്ത് ഉണ്ടായിരുന്നു, ഇതിനെ ഞാൻ അകത്തേക്ക് പുഷ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയമെൻഷൻ ചെറുതാവും. എന്ന് വെച്ചാൽ കംപ്രസീവ് ഫോഴ്സ് ആവും. അപ്പോൾ കംപ്രസീവ് ഫോഴ്സ് കൊടുക്കുമ്പോഴത്തേക്കും ഇനീഷ്യൽ ഒട്ടാത്ത ഡയമെൻഷനിൽ എന്താ സംഭവിക്കുന്നത്, അതിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ടെൻഷൻ കൊടുക്കുമ്പോൾ പുള്ള് കൊടുക്കുമ്പോൾ ലെങ്ത്ത് അല്ലെങ്കിൽ അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. കംപ്രഷൻ കൊടുക്കുമ്പോൾ അതിൻ്റെ സൈസ് അല്ലെങ്കിൽ ഡയമെൻഷൻ റെഡ്യൂസ് ചെയ്യും. അടുത്തത് ടോർഷൻ അല്ലെങ്കിൽ ട്വിസ്റ്റിംഗ് ലോ. ഇപ്പോൾ ഞാൻ നേരത്തെ ഈ പേനയുടെ കാര്യം പറഞ്ഞു. ഇതിനെ ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് ഇതിൻ്റെ സർഫസ് റൊട്ടേഷനാണ് കൊടുക്കുന്നതെങ്കിൽ അതിനാണ് ട്വിസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ട്വിസ്റ്റിംഗ് ഫോഴ്സായിട്ട് ഞാൻ കൊടുക്കുന്നതായിരിക്കും. ഇപ്പോൾ ഈ പടത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാണാം. ഞാൻ ഈ ഒരു സ്ക്രീനിൽ ഒരു പടം കൊടുത്തിട്ടുണ്ട്, ഒരു പെൻ പോലത്തെ സാധനം. അതിൻ്റെ ഒരു പോയിന്റിൽ ഞാൻ ക്ലോക്ക് വൈസും മറ്റേ പോയിന്റിൽ ഞാൻ ആൻറ്റി ക്ലോക്ക് വൈസുമാണ് തിരിക്കുന്നത്. അതിനാണ് നമ്മൾ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് 4-മത്തത് ബെൻഡിങ് ലോ. ബെൻഡിങ് ലോഡിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെൻഡിങ് ഈസ് ആൻ ആക്ട് ഓഫ് ചേഞ്ച് ഇൻ കമ്പോണൻറ്റ് ഫ്രം സ്ട്രെയിറ്റ് ഫോം ഇൻ ടു എ കേർവ്ഡ് ഓർ ആംഗുലർ ഫോം. സപ്പോസ് ഇങ്ങനെ ഒരു ഇവിടെ ഫിക്സ്ഡ് ആക്കി ഇങ്ങനെ ഒരു മെമ്പർ ഇരിപ്പുണ്ടെന്ന് വിചാരിച്ചു സ്ട്രെയിറ്റ് ആയിട്ട്. ഇപ്പോൾ നിങ്ങളുടെ സൺഷെയ്ഡ് എടുത്താൽ മതി. വീട്ടിലെ സൺഷെയ്ഡ് കുറച്ചിങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ ഇവിടെ ഒരു ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അതായത് ഇനീഷ്യൽ സ്ട്രെയിറ്റ് പൊസിഷനിൽ നിന്ന് കേർവ് ചെയ്തോ ബെൻഡ് ചെയ്തോ പോകുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് ലോഡിനെയാണ് ബെൻഡിങ് ലോഡ്സ് എന്ന് പറയും. ഓക്കെ, അടുത്തത് ഷിയറിംഗ് ലോഡ്സ് ഓർ ടാൻജൻഷ്യൽ ലോഡ്സ്. ദ ലോഡ്സ് വിച്ച് കോസസ് ഷിയറിംഗ് ആക്ഷൻ അറ്റ് എ ബോഡി. ഇതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ യൂസ് ചെയ്യുന്ന ബോർഡ്, വൈറ്റ് ബോർഡ് ആയിക്കോട്ടെ ബ്ലാക്ക് ബോർഡ് ആയിക്കോട്ടെ, നമ്മൾ ഡസ്റ്റർ വെച്ച് റബ്ബ് ചെയ്യുന്നു അല്ലേ.
ഈ ഒരു ആക്ഷനാണ് ഷിയറിങ്. അതായത് ഇതിപ്പോൾ ഡസ്റ്റർ ആണെന്ന് വിചാരിക്കുക, ഇത് നിങ്ങളുടെ ബ്ലാക്ക് ബോർഡോ വൈറ്റ് ബോർഡോ ആണെന്ന് വിചാരിക്കുക. ഇതിൽ എഴുതിയേക്കുന്നത് ഞാൻ ഈ ഡസ്റ്റർ വെച്ച് മായ്ക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ സർഫസിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇതിൻ്റെ സർഫസിന് ടാൻജൻഷ്യലായിട്ടാണ്. അതേപോലെ ഈ ഡസ്റ്ററിൻ്റെ ഈ സർഫസിലും ലോഡ് ആക്ട് ചെയ്യുന്നത് ഇത് ടാൻജൻഷ്യലായിട്ടാണ്. അപ്പോൾ രണ്ടും ഷിയറിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്, ഉരക്കുക എന്ന് പറയും. അപ്പോൾ അത് ലോഡ് ആക്ട് ചെയ്യുന്നത് ആ സർഫസിന് ടാൻജൻഷ്യലായിട്ടാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഷിയറിംഗ് ലോഡ് അല്ലെങ്കിൽ ടാൻജൻഷ്യൽ ലോഡ് എന്ന് പറയും. ഇതിന് മുമ്പ് പറഞ്ഞ എല്ലാ കേസും എന്തായിരുന്നു? ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെങ്കിൽ നോർമലായിട്ടായിരുന്നു നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞ എല്ലാ ലോഡും അപ്ലൈ ചെയ്യുന്നത്. ഇതാണ് ടാൻജൻഷ്യലായിട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ബേസ്ഡ് ഓൺ ആപ്ലിക്കേഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ടെൻസൈലുണ്ട്, കംപ്രഷൻ ഉണ്ട്, ടോർക്ക് അല്ലെങ്കിൽ ട്വിസ്റ്റ് ഉണ്ട്, ഷിയർ അല്ലെങ്കിൽ ടാൻജൻഷ്യൽ ലോഡ്സ് ഉണ്ട്. അടുത്തത് ബേസ്ഡ് ഓൺ ഫിക്സിഡിറ്റി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സ്റ്റാറ്റിക് ലോഡ് ഒന്ന്, രണ്ടാമത്തത് ഡൈനാമിക് ലോഡ്. പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ ആ ഒരു ലോഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അങ്ങനെ ഒരു ലോഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. ബേസ്ഡ് ഓൺ ഇറ്റ്സ് നേച്ചറിൽ ഡെഡ് ലോഡ് പറഞ്ഞായിരുന്നു. എന്താണ് ഡെഡ് ലോഡ്? സ്റ്റേഷനറി ആണ്, മൂവ്മെൻ്റ് ഒന്നുമില്ല. അപ്പോൾ ആ എക്സാമ്പിൾ തന്നെ നമുക്കിവിടെ പറയാം. സ്റ്റാറ്റിക് അല്ലെങ്കിൽ സ്റ്റേഷനറി ലോഡിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഡെഡ് ലോഡാണ്. ഇനി രണ്ടാമത്തത് ഡൈനാമിക് ലോഡ് എന്തായിരിക്കും? മൂവബിൾ ലോഡ്, ചേഞ്ച് ചെയ്യാൻ പറ്റും ഇതിൻ്റെ പൊസിഷൻ. അതിനൊരു എക്സാമ്പിൾ ലൈവ് ലോഡ്സ് ആണ്. ലൈവ് ലോഡ്സിന് എക്സാമ്പിൾ എന്താണ്? നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണ്. നമ്മളിപ്പോൾ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ വേറെ പൊസിഷനിലേക്ക് പോകും, മാറിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഫേർണിച്ചേഴ്സ്. ഓക്കെ, അടുത്തത് ബേസ്ഡ് ഓൺ ഏരിയ ഓഫ് ആപ്ലിക്കേഷൻ. ബേസ്ഡ് ഓൺ ഏരിയ ഓഫ് ആപ്ലിക്കേഷൻ, എത്ര ഏരിയയിലാണോ നമ്മുടെ ആ ലോഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് അതിനെ പോയിന്റ് ലോഡ്, ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്യും. പോയിന്റ് ലോഡ് എന്തായിരിക്കും? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ പേന എടുക്കുക. ഈ പേനയുടെ നിബിലാണ് ഇതിൻ്റെ ലോഡ് വരുന്നത്. ഈ പേനയുടെ ഫുൾ ലോഡ് വരുന്നത് ഇതിൻ്റെ ഈ ഒരു നിബ് എന്ന് പറയുന്നത് പോയിന്റിലാണ്. അതിനെ നമുക്ക് സിമ്പിളായിട്ട് പോയിന്റ് ലോഡ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ വീട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു കോളം കാണാൻ പറ്റും അല്ലേ? കോളം ഒരു പോയിന്റ് ലോഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റൂഫിൻ്റെ വരുന്ന ലോഡൊക്കെ ആ കോളത്തിലൂടെയാണ് ട്രാൻസ്ഫർ ചെയ്ത് താഴത്തേക്ക് പോകുന്നത്. ചിലപ്പോൾ ഒരു കോളമല്ല, 2-3 കോളംസ് ഉണ്ടാവും. ആ കോളംസ് ഒക്കെ പോയിന്റ് ലോഡ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഏരിയ, ആ സ്ലാബിലൊക്കെ വരുന്ന വലിയ പോർഷൻ ലോഡ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ഒരു ചെറിയ പോയിന്റ് ലോഡായിട്ടുള്ള കോളത്തിലൂടെയാണ്. അടുത്തത് ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ നമുക്ക് ഫർദർ ക്ലാസിഫൈ ചെയ്യാം. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡുണ്ട്, നോൺ യൂണിഫോം ലോഡുണ്ട്, യൂണിഫോംലി വേരിയിങ് ലോഡുണ്ട്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും ഈ ഒരു ബുക്ക് എടുക്കുക. ഇതിപ്പോൾ ഒരു നിങ്ങളുടെ വീടിൻ്റെ സ്ലാബാണെന്ന് വിചാരിക്കും. കോൺക്രീറ്റിൽ കൺസ്ട്രക്ട് ചെയ്തേക്കുന്ന സ്ലാബിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലായിടത്തും ഒരേ തിക്നെസ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഇവിടുത്തെ ലോഡ് സെയിം ആണ്, ഇവിടുത്തെ ലോഡ് സെയിം ആണ്, ഇവിടുത്തെ ലോഡ് സെയിം ആണ്. ഇതാണ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. എല്ലായിടത്തും ഒരേപോലെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? അതിൻ്റെ സൈസ് നോക്കിയാൽ മതി, തിക്നെസ്. അതിൻ്റെ തിക്നെസ് ഒരേ തിക്നെസ്സിലാണ് ആ ഒരു മെമ്പറിൻ്റെ വിഡ്ത്ത് അല്ലെങ്കിൽ ആ തിക്നെസ് എങ്കിൽ അത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഇനി നോൺ യൂണിഫോം ലോഡ്സ് ഉണ്ട്, യൂണിഫോംലി വേരിയിങ് ലോഡ്സ് ഉണ്ട്. നോൺ യൂണിഫോം ലോഡ്സിന് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചില വീട്ടിലെ സൺഷെയ്ഡൊക്കെ എടുത്താണ് ഒരറ്റത്ത് ഇത്രയും വിഡ്ത്ത് ഉണ്ടാവും, മറ്റേ അറ്റത്ത് ചെറിയ വിഡ്ത്തായിരിക്കും. അപ്പോൾ നോൺ യൂണിഫോം ആണ്. ചിലയിടത്ത് ഒരു 100 ന്യൂട്ടൺ ആയിരിക്കും, കുറച്ച് മാറി കഴിയുമ്പോൾ 50 ന്യൂട്ടൺ ആയിരിക്കും, കുറച്ച് മാറി കഴിയുമ്പോൾ 70 ന്യൂട്ടൺ ആയിരിക്കും. ആ രീതിയിൽ യൂണിഫോംലി വേരിയിങ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഉണ്ട്, പക്ഷേ അതൊരു ട്രയാങ്കുലർ വേരിയേഷനിലായിരിക്കും മാറുന്നത്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു സൺഷെയ്ഡ് എടുത്തു, അതിൻ്റെ ഇങ്ങേ അറ്റത്ത് അതിൻ്റെ വിഡ്ത്ത് 100 mm, ഇങ്ങേ അറ്റത്ത് 50 mm ആണ്. പക്ഷേ അത് വേരി ചെയ്യുന്ന എങ്ങനെയായിരിക്കും? താഴെ സ്ട്രൈറ്റ് ആയിരിക്കും, മറ്റേത് ഒരു ഇൻക്ലൈൻഡ് ട്രയാങ്കിൾ പോലെ ആയിരിക്കും. അപ്പോൾ യൂണിഫോം ആയിട്ടാണ് അത് വേരി ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് യൂണിഫോംലി വേരിയിങ് ലോഡ്സ് എന്ന് പറയാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ലോഡ്സിൽ പഠിക്കാനുള്ളത്.